വർണ്ണ മുകുന്ദ ഋഷികേശ സനന്ദ മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശ സനന്ദ മുകിൽ വർണ്ണ മുകുന്ദ ഋഷികേശ സനന്ദ ഭൂമി മേലെ ശരമേതോ നീ അഴകായി പാർവണ ബിംബം കുളിർതൂകുന്നു സുഖമായി കോൾമയർ നീ കൊണ്ടി മലർ ശയ്യയിൽ കണ്ണാ നീ ഉറങ്ങടാ എൻ കണ്ണാ നീ ഉറങ്ങടാ എൻ സ്വര പഞ്ചമമേഘ മുരളിൽ കണ്ണാ നീ ഉറങ്ങടാ ആനന്ദരാഗമെൻ തിരകളിൽ ഉണർത്തി നീ കണ്ണാ നീ ഉറങ്ങടാ കണ്ണാ നീ ഉറങ്ങടാ Good evening, UK! Manchester! എല്ലാവരും ആഘോഷിക്കാൻ വന്നിരിക്കുന്നത് മലയാള സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ പ്രവാസം സ്വീകരിച്ചു വന്നെങ്കിലും ഇവിടെ പ്രവാസികളായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ സിനിമയുണ്ട്, കലയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് വൈകുന്നേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ആനന്ദ് TV ഫിലിം അവാർഡ്സിന്റെ 5th എഡിഷനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. അതിനാദ്യമേ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞോട്ടെ, സ്വാഗതം അരളിക്കോട്ടെ. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് പറയാൻ ഞാനല്ല ആള്. നമുക്കിവിടെ സ്വന്തമായ ഒരു സാറ്റലൈറ്റ് ചാനൽ വേണമെന്നും ആ സാറ്റലൈറ്റ് ചാനലിൽ മാക്സിമം മലയാളിക്ക് വേണ്ടിയിട്ടുള്ള എന്റർടൈൻമെന്റ് വേണമെന്നും ഒരു വിഷനോടുകൂടി തുടങ്ങി. അതിനുശേഷം ഇന്ന് UK അല്ല, യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ അവാർഡ് നിഷ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന ആനന്ദ് TV ഫിലിം അവാർഡ്സിന്റെ പിറകിലുള്ള വിഷണറി. Let me welcome Mr. Srikumar onto the stage. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ ആനന്ദ് TV ഫിലിം അവാർഡ്സ് ചെയ്യുന്നത് തന്നെ നമ്മൾ പ്രവാസി മലയാളികളുടെ ഒരു അഭിമാനമായി ലോകമെമ്പാടും കാണാൻ വേണ്ടി മാത്രമാണ്. 2002 ഏഷ്യനെറ്റ് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് യൂറോപ്പിലെയും UK യൂറോപ്പിലെയും എല്ലാ മലയാളികളും തന്ന ഒരു സഹകരണം ഞാൻ എന്നും നന്മയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഈ ഫിലിം അവാർഡ് ഇവിടെ അല്ലെങ്കിൽ യൂറോപ്പിൽ തുടങ്ങാൻ
എനിക്ക് പ്രചോദനമായത് നമ്മുടെ എല്ലാം സ്വന്തം മമ്മൂക്കയാണ്. ഈ 5ാമത് ആനന്ദ് TV ഫിലിം അവാർഡ് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. താങ്ക് യു. 3 തലമുറയായിട്ട് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്തൊരു ശബ്ദം കൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. ഞാനിത് ചോദിച്ചതിൻ്റെ കാര്യം, നമ്മളിന്ന് 90s നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത ഗാനങ്ങൾ ഇന്നും ഓരോരുത്തരും ഏറ്റുപാടുകയും ഓരോ റീലിന് ബാക്ക്ഗ്രൗണ്ട് ആവുകയും ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, ആ പാടി വെച്ച അനശ്വര ശബ്ദത്തിൻ്റെ കഴിവ് കൂടിയാണത്. ആ അനശ്വര ശബ്ദത്തിനെ സാധാരണ നമ്മൾ തിരുവനന്തപുരത്തുകാരെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? MG അണ്ണ എന്നാണ്. കൂട്ടുകാർക്ക് അദ്ദേഹം ശ്രീകുട്ടനാണ്. മലയാളികളുടെ സ്വന്തം MG ശ്രീകുമാർ. എവരിവൺ ഗമഗ ഗമഗരി സനിധവ വദ സരിമാഗ ഗമപദമാ ഗമപസാനിധമാ ഗമ ഗമഗരി സനിധപമ്മ പദസാ ദസരി ദസരിഗ രിഗമ ഗമപദസാ നിധമ്മ ഗരി സനിധമ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയിൽ നിറവാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയിൽ നിറവാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ടണ്ടടണ്ടണ്ടം ഒരു പൂവിതളിൻ the one and only OG. Thank you. MG Srikumar. Ladies and gentlemen, please put your hands together for MG Srikumar. ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. കാരണം എന്നെ ഇത്തവണ വിളിച്ച ആനന്ദ് മൂവി അവാർഡ്സിൻ്റെ സാരഥി എൻ്റെ പഴയ ഫ്രണ്ടാണ്. 10-25 വർഷം കൊണ്ട് പരിചയമുള്ള ശ്രീകുമാർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് ദീദി, മകള് എല്ലാവരും വളരെ പരിചയമുള്ള. എനിക്ക് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ നിങ്ങളുടെ വിലയേറിയ സമയം കളഞ്ഞ് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ എന്താ പറയുന്നത്, ഐ ലവ് യു. 3 തലമുറയായി എല്ലാവരും ഏറ്റുപാടുന്നു. ഇത് ദൈവാനുഗ്രഹമാണ് ഉറപ്പായിട്ടും, യാതൊരു സംശയമില്ല. പക്ഷേ അതെങ്ങനെ നിലനിർത്തി പോകുന്നു? ഇതിങ്ങനെ അത് ലുക്കിലും വലിയ മാറ്റം വരുന്നില്ല. എൻ്റെ മിഥുനെ, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു വാക്ക് പോലും എനിക്കില്ല. കാരണം ദൈവം തരുന്നൊരു ശബ്ദം നമ്മൾ പാടുന്നു, അല്ലാതെ ഇവർ തരുന്ന കയ്യടിയാണ് എൻ്റെ പ്രോത്സാഹനം ഇത്രയും നാൾ. എന്തായാലും നിങ്ങളുടെ കയ്യടി ഇനിയും ഈ പ്രോത്സാഹനം തരണം, തന്നേ തീരൂ ഞാൻ മുമ്പോട്ട് പോവാൻ. ഇത്രയും നാള് ഇപ്പം എനിക്കും ടോയ്ക്കുമൊക്കെ നമുക്ക് വളരെ അടുത്ത് 2 അക്ഷരം കൊണ്ട് വിളിക്കാൻ പറ്റുന്ന ആളായിരുന്നു. നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ ടെലിവിഷനിലും എന്തിന് ഓരോ സ്റ്റേജ് ഷോയും അദ്ദേഹം വരുമ്പോൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മുഴങ്ങുന്ന കയ്യടി നമുക്കറിയാം. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട എന്നും കൂടി ചേർത്ത് ക്ഷണിക്കണം. കാരണം ഞാൻ ഇപ്പോൾ ഈ വേദിയിലോട്ട് ക്ഷണിക്കാൻ പോകുന്നത് അദ്ദേഹം കേരളത്തിന് പുറത്ത് അല്ല, ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്ന ആദ്യത്തെ ഷോ ആഫ്റ്റർ എലക്ഷൻസ്. Ladies and gentlemen, it's my proud privilege to welcome പാലക്കാടിന്റെ ബഹുമാനപ്പെട്ട MLA രമേശ് പിഷാരടി.
ഔപചാരികമായിട്ടൊരു സ്വാഗതം കൊടുത്തേ മതിയാവുള്ളൂ. കാരണം അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു ഒഫീഷ്യൽ പൊസിഷനിലും കൂടി ഇരിക്കുന്നതാണ്. പണ്ടൊക്കെ നമുക്ക് എങ്ങനെ വേണേ ഇറങ്ങി നടന്ന് എന്ത് വേണേ ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം എല്ലാം കൊണ്ടും പാലക്കാട്ടോട്ട് താമസം മാറി പാലക്കാടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനൊക്കെ പുറമെ ശ്രീകുമാറേട്ടാ, UK മലയാളികളുടെ പേരിൽ അല്ല, എല്ലാ പ്രവാസികളുടെയും പേരിൽ ഒരു സ്വാഗതം അരുളണം, ഒരു ബഹുമാനം അരുളണം നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക്. ശ്രീകുമാറേട്ടാ, മേ ഐ വെൽക്കം യു ഓൺ ടു ദ സ്റ്റേജ്. ബഹുമാനപ്പെട്ട പിഷാരടി MLA വളരെ നാളുകളുണ്ട്, എനിക്കറിയാം, 10-20 വർഷമായിട്ടുള്ള പരിചയമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വന്ന ശരങ്ങൾ വളരെ സൗമ്യതയോടുകൂടി നേരിട്ടു എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടു കൂടി ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അടുത്ത തവണ ഞങ്ങളുടെ ഈ അവാർഡ് ദാന ചടങ്ങിൽ വരുമ്പോൾ ഇദ്ദേഹത്തിൽ ഒരു വളർച്ച ഞാൻ കാണുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇവിടെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീകുമാറേട്ടാ, വളരെയധികം നന്ദിയുണ്ട്. നാക്ക് പൊന്നായിരിക്കട്ടെ കേട്ടോ. താങ്ക് യു ശ്രീകുമാറേട്ടാ. താങ്ക് യു പ്ലീസ്. എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം, സ്നേഹം, സന്തോഷം. ഈ മിഥുൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു പൊതു ഫംഗ്ഷനാണ് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തായിട്ടുള്ളത്. അത് ആനന്ദ് TV അവാർഡ്സ് ആകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 5ാമത് ആനന്ദ് TV അവാർഡാണിത്. ഈ 5ൽ 4 എണ്ണത്തിലും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. വീണ്ടും ക്ഷണിച്ചു, വന്നു. അപ്പോൾ ശ്രീകുമാർ ഏട്ടൻ ഇവിടെ വന്നപ്പോഴും എന്നോട് ചോദിച്ചു, യാത്ര, ഈ പുതിയ യാത്ര എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരുമ്പം ഫ്ലൈറ്റിൽ തൊട്ടപ്പുറത്ത് ഒരമ്മയും കുഞ്ഞും, ഇംഗ്ലീഷുകാരിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കുഞ്ഞ് നമ്മുടെ ഉറക്കം അതിൻ്റെ പീക്കിലെത്തുമ്പോൾ കരയാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്ന കുഞ്ഞാണെന്നും കുറേ നാളായിട്ട് ഉറങ്ങിയിട്ടില്ല, ഈ വരവിലാണെന്ന് ഉറങ്ങാൻ തീരുമാനിച്ചത്. ഉറക്കം പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ആ സ്ത്രീയുടെ മുഖത്തോട് നോക്കിയ ഉടനെ ആ സ്ത്രീനോട് ചോദിച്ചു, ആർ യു ട്രാവലിംഗ് അലോൺ എന്ന് ചോദിച്ചു. യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ്, ഇംഗ്ലീഷിലാണ്, ഹസ്ബൻഡ് അപ്പുറത്ത് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്, അയാളെ ഒന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് നിങ്ങളൊന്ന് അങ്ങോട്ട് ഇരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രോഗി ഇച്ഛിച്ചതും മദാമ്മ കൽപ്പിച്ചതും പാല് എന്നുള്ള അവസ്ഥയായതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ മുന്നിലേക്ക് പോയി. അവിടെ ചെന്നിരുന്നപ്പോൾ ഭർത്താവ് ഇങ്ങോട്ട് വന്നു. എൻ്റെ അടുത്തൊരു അമ്മാമ്മയാണ്, ഒരു ഇംഗ്ലീഷുകാരി അമ്മാമ്മയാണ്. കുഴപ്പമൊന്നും ഉണ്ടാക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കി, ഇത് അങ്ങോട്ട് പോയ ഭർത്താവിൻ്റെ അമ്മയാണ് ഈ അമ്മാമ്മ. അവൻ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ അമ്മാമ്മയ്ക്ക് കൊടുത്തിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നു. ഞാനും അമ്മാമ്മയും കൂടെ ഇവിടം വരെ ആ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജെറ്റ് ലാഗിൻ്റെ പ്രശ്നമില്ല, ഉറങ്ങിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. ഒരു കലാപരിപാടികളുടെ ദീർഘമായ അവതരണത്തിനല്ലാതെ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വേദിയിലേക്ക് വരുന്നതാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വമായ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി ഒരു ജോലിയും കൂടി, ഒരു ജോലിയുണ്ട്. അതാണ് അത്. പിഷുവും കൂടി നിർത്തിക്കണം, ഉറപ്പായിട്ട്. പിഷുവും കൂടി നിൽക്കവേ തന്നെ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ചെയ്യാൻ ഉറപ്പല്ലേ? കാരണം ഇന്ന് ഇവിടെ വന്നേക്കുന്ന ഓരോരുത്തരും ആ ഒരു സമയം വിലപ്പെട്ടത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുള്ള ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ ഒരു പേരുണ്ട്. ആ പേര് അവിടെ എഴുതി കണ്ട അന്ന് തീരുമാനിച്ചു ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ആ പേരിന് വേണ്ടി മലയാളി എല്ലാ കാര്യവും മാറ്റിവെക്കും. ആ പേരാണ്, ശരി കൂടെ ഉറക്കവിളി, ആ പേരാണ് 1 2 3 ഗോ മമ്മൂക്ക.
கண்ணா, எல்லாருக்கும் உன்னையும் பிடிச்சிருக்கு தெரியுமா? உன் ஸ்டைலும் அழகும் இன்னும் உன்னை விட்டு போகல. നമസ്കാരം. ആനന്ദ് ടി വിയുടെ 5ാമത് അവാർഡാണ്. 3 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. നമ്മുടെ ടെലിവിഷൻ രംഗത്ത്, നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തിന്, അല്ലെങ്കിൽ മലയാള ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു 10-25 വർഷത്തെ പഴക്കമുണ്ട്. നമുക്ക് അപരിചിതമായിരുന്ന ടെലിവിഷൻ പരിപാടികൾ 25 വർഷം കൊണ്ട് ഒരുപാട് വളർന്നിട്ടുണ്ട്. സാങ്കേതികമായും അതിൻ്റെ ഘടനാപരമായും ഉൾക്കാമ്പ് കൊണ്ടും ഒക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദൂരം നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ ഈ ചാനലുകളിലൂടെയാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയുമൊക്കെ എന്നും മറക്കാതെ സൂക്ഷിക്കാനുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും സിനിമ അതിന് വലിയ ഭാഗമാണ്. സിനിമയും ടെലിവിഷനും നമ്മുടെ പത്രങ്ങളും ഇപ്പോൾ നവമാധ്യമങ്ങളുമൊക്കെ നമ്മുടെ ഭാഷ കൊണ്ട് തന്നെ നിങ്ങളെ പലപ്പോഴും നമ്മുടെ സംസ്കൃതിയിൽ നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളെയും ധാരണകളെയും, നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ അഭിലാഷങ്ങളെയും ഒക്കെ, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നിങ്ങൾക്ക് പകർന്നു തരുവാൻ ഈ മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട്. സിനിമ, ടെലിവിഷൻ രണ്ടും വളരെ ഒത്തുചേർന്ന് പോകുന്ന 2 സങ്കേതങ്ങളാണ്. ഞാൻ സിനിമയിലാണ്. ടെലിവിഷൻ രംഗത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം. ശ്രീകുമാറിനെ പറ്റി പറയുമ്പോൾ, ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഒരു സിനിമയിലും കൂടെ അഭിനയിക്കുകയുണ്ടായി. അങ്ങനെ ഇതിപ്പോൾ 5ാമത്തെ അവാർഡാണ്. ഇത്തവണ ആർക്കാണ് ഏറ്റവും നല്ല നടൻ എന്നുള്ള അവാർഡ് എന്ന് എനിക്കറിയില്ല. ഞാനും ടൊവിനോയൊക്കെ ഇതൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് വന്നിട്ടുള്ളതാണ്. കാരണം ഒന്നുകിൽ പങ്കിട്ട് തരും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. ആർക്ക് കൊടുത്താലും നമുക്ക് പരസ്പരം ഒരു വിരോധവും ഇല്ല. പക്ഷേ അടുത്ത വർഷം ശ്രീകുമാർ സ്വന്തമായി ഒരു പടം എടുത്ത് സംവിധാനം ചെയ്ത് അഭിനയിച്ച് ശ്രീകുമാറിന് തന്നെ ഈ അവാർഡ് കൊടുക്കുമോ എന്നെനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം ഈ പടത്തിൽ നിങ്ങൾ പലരും കണ്ടു കാണും, പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സീൻ, സിനിമ ഇത്തിരി ഒരു കുഴഞ്ഞ സമയത്ത് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സീൻ വരുന്നത്. അതുകൊണ്ട് ആ സിനിമയിൽ ഒഴുപട്ടി ചിരിയും തമാശയും ഒക്കെ ആൾക്കാർക്ക് ഓർത്തിരിക്കുന്ന ഒരു സീനായി മാറി. അപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാഗം നന്നായി ചെയ്തു എന്നാണ്. ബാക്കിയുള്ളവരാരും അവരുടെ ഭാഗം നന്നായി ചെയ്തില്ല എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രാവശ്യം ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. പുള്ളി എപ്പോഴും അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ ഉൾപ്പുളകം കൊള്ളുന്നത് ഞാൻ കണ്ടു. ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്, എൻ്റെ ജോലി ഞാൻ വളരെ സത്യസന്ധമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ആത്മവിശ്വാസം ശ്രീകുമാറിന് പുതുതായിട്ടുണ്ടായിട്ടുണ്ട്. ശ്രീകുമാറിന് കലാകാരനാണ്, സർവോപരി പാട്ടുകാരനാണ്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റേ ശ്രീകുമാർ ഇല്ലാതെ ഈ ശ്രീകുമാർ തന്നെ പാടി ഒരു ഗാനമേള നടത്താൻ സാധ്യതയുണ്ട്. മിക്കവാറും MG അണ്ണന് പണി കിട്ടും. ഒരു വൈകുന്നേരം ഇതുപോലെ എന്തോ ഞാൻ പോകട്ടെ. ഞാൻ വന്ന ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞിട്ട്. ഞാൻ വെറും സിനിമാ നടൻ മാത്രമാണ്. പക്ഷേ ഒന്നുമില്ല. ഉണ്ട്. ഞാൻ ഏതായാലും MLA അല്ല. പക്ഷേ 3 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. യാത്രയിൽ തെലുങ്കിലുണ്ട്, തമിഴിൽ മക്കളാഴ്ചയിലുണ്ട്, കേരളത്തിൽ 1-ലുണ്ട്.
മൂന്നാല് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചതല്ലേ? അഭിനയിക്കാൻ ആർക്കും പറ്റും. എം എൽ എ ആയിട്ട് ജീവിക്കാൻ വലിയ പാടാണ്. ഞാൻ പ്രചരണത്തിന് പോയപ്പോൾ മമ്മൂക്ക സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചിരുന്നു. അത് ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയാകരുത്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനായിരിക്കണം ഓരോ ജനപ്രതിനിധിയും മുന്നിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അത് സിനിമയിൽ തിരക്കഥയിലില്ലാതെ മമ്മൂക്ക കയ്യിൽ നിന്നിട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ പറഞ്ഞൊരു ഡയലോഗാണ്. ആ ഡയലോഗ് ഞാൻ കൃത്യമായിട്ടൊന്നുകൂടെ പറയാം. ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനാണ് ജനാധിപത്യ ഗവൺമെൻറ് എന്നാണ്. അപ്പോൾ പിഷാരടി ഇലക്ഷന് നിൽക്കാൻ പോയപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഈ ഇലക്ഷൻ ആളുകളെ വോട്ട് കയ്യിലിരിക്കുന്ന വോട്ട് വാങ്ങിച്ചെടുക്കാൻ വലിയ പാടാണ്. സിനിമയിൽ പിന്നെയും കയ്യിലിരിക്കുന്ന കാശ് വല്ല 10, 50, 100 ഒക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു വോട്ട് അത്ര ചീപ്പായിട്ട് കിട്ടുന്ന കാര്യമല്ല. അവർക്ക് നല്ല വിശ്വാസം ഉണ്ടാവണം. ഇവൻ തട്ടിപ്പുകാരനാണോ, വെട്ടിപ്പുകാരനാണോ, കള്ളനോ, കവടിയനാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ ആൾക്കാർ. അതല്ലെന്ന് ഈ ചങ്കെടുത്ത് കാണിച്ച് അത് ചെമ്പരത്തി പോലെ ചങ്കാണെന്ന് ബോധ്യപ്പെടുത്താൻ പിഷാരടി പെട്ട പാട്. ഇപ്പോൾ തീരെ വരുമാനമില്ല. ആളുകൾ ചില്ലറ സഹായങ്ങളൊന്നുമല്ല പിഷാരടിയോട് ചോദിക്കുന്നു. അതുകൂടാതെ പിഷാരടിയോട് ചില രഹസ്യമായിട്ട് ചില ആളുകൾ പറയുന്നത്, എൻ്റെ മോൾക്ക് 18 പവൻ്റെ പൊന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, രണ്ടും കൂടെ കൂട്ടി 20 ആക്കണം, സാറ് സഹായിക്കണം. പിഷാരടി ഞെട്ടി. അപ്പം അയാളുടെ അടുത്ത വാചകം, അല്ല സാറ് തരണ്ട, ആ മമ്മൂട്ടി സാറിനോട് പറഞ്ഞാൽ മതി. ഇത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു കേട്ടോ. ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആൾക്കാർ വിചാരം പിഷാരടി പറയുന്ന പോലെ ഞാൻ കേൾക്കുകയും ഞാൻ പറയുന്ന പോലെ പിഷാരടി കേൾക്കുമെന്നാണ്. ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്യാത്തതാണ്. ഏതായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ, അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഗൗരവമായിട്ടാണ്. മമ്മൂക്ക ഒരു ദിവസം എന്നോട് പറഞ്ഞു, സിനിമാ നടൻ എന്നുള്ള അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ഇറങ്ങരുത്, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ മാത്രമേ, അതിനുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അങ്ങനെ ഒരാളുടെ അവസരം നിഷേധിച്ചുകൊണ്ട് സിനിമാ നടൻ എന്നുള്ള അഡ്രസ്സ് ഉപയോഗിച്ച് കയറരുതെന്ന് പറഞ്ഞ ഒരാളാണ് മമ്മൂക്ക. ഞാനത് അതുപോലെ തന്നെ കേൾക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അന്ന് സ്റ്റേജ് പരിപാടികൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി ഇതിലേക്ക് നിന്നത്. എങ്കിലും ഇന്ന് ഒരു നല്ല കാര്യത്തിലേക്കാണ് ഈ വേദി ഇനി വഴിതെളിയുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടി 10-27 വർഷം ഒരു മേഖലയിൽ നിന്നുകൊണ്ടുണ്ടാക്കിയ ഒരു അസറ്റാണ് ഈ കലയും പരിപാടികളുമെല്ലാം. അതൊരു തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞെങ്കിലും, അപ്പോൾ പാലക്കാടിന് ഗുണമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയുകയും ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ ശ്രീകുമാർ ഏട്ടനോട് ഒരു ആവശ്യം പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിലൊക്കെ ഒപ്പമുണ്ടായിരിക്കുകയും ഒരുപാട് അതിനുവേണ്ടി അധ്വാനിക്കുകയും ഒക്കെ ചെയ്ത് അതിനുശേഷം തിരഞ്ഞെടുപ്പിൻ്റെ വിജയമോ അതിൻ്റെ ആഘോഷങ്ങളോ ഒന്നും കാണാനാകാതെ, കാണാൻ നിൽക്കാതെ വിട പറഞ്ഞു പോയ 2-3 പേർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുണ്ട്. അതിൽ 2 പേർക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ട്. അതിലൊരാൾക്ക് വീടില്ല, പൊതുപ്രവർത്തകനാണ്. ആ സാഹചര്യത്തിൽ അവരുടെ ഒരു സഹായം എന്ന നിലയിൽ ആനന്ദ് TV ഒരു തുക തരാം എന്ന് പറയുകയും അത് ഏറ്റുവാങ്ങുന്നതിൻ്റെ കൂടി വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഒരു 2-2.5 മണിക്കൂർ പാട്ടും ഡാൻസും തമാശയും ഒക്കെ നമ്മൾ ഒന്നിച്ച് ഇവിടെ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലമായി മറ്റൊരു സ്ഥലത്ത് കൂടി നമ്മളറിയാത്ത, നിങ്ങളറിയാത്ത, ഞാനറിയുന്ന ഏതോ ചില വീട്ടുകളിൽ കൂടി അതിൻ്റെ ഒരു സന്തോഷം എത്തുന്നു എന്നത് ഒരു വലിയ ഘടകമാണ്. അവിടെയാണ് നമ്മുടെ പിഷു വ്യത്യസ്തനാവുന്നത്. പിഷു പറഞ്ഞതുപോലെ ആ സ്റ്റേജ് പ്രൊവൈസ് വെറുതെ അല്ല, അതുപയോഗിച്ച് മറ്റുള്ളവർക്ക് അത് തണലാവുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇന്ന് UK എത്തിയിരിക്കുന്ന പിഷുവിന് ഒരു ഉഗ്രകൈഡി. അത് ശ്രീമാരേട്ടനെയും കൂടി ഞാനൊന്ന് വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. മമ്മൂക്കയുടെ കൈകൊണ്ട് തന്നെ ആ ഒരു ധനസഹായം
മമ്മൂക്കയുടെയും ശ്രീകുമാരൻ്റെയും കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത്, നിങ്ങളെ സാക്ഷിയാക്കാൻ കഴിഞ്ഞതിൽ ഉള്ള അതിയായ സന്തോഷം കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ ഷോയുടെ നിങ്ങളെല്ലാവരും ഈ തുകയിൽ ഭാഗവാക്കാണ് എന്നുള്ളതിലും അതിയായ സന്തോഷം. താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ, ബിഗ് മൊമെന്റ് എവരിവൺ. വലിയൊരു കൈയടി അതിന്. ഇത് മമ്മൂക്കയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്കിറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ, ഇപ്പോൾ അടുത്തിറങ്ങിയ ക്യാരക്ടർ ഇഷ്ടമായെങ്കിൽ അതിനും കൂടി ഒരു കൈയടി. ദ നെയിം ഓഫ് ദ മൂവി ഈസ് കളങ്കാവൽ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ നീ. അതെ, ഞാൻ എന്റെ ഭർത്താവിന് അങ്ങ് ഡിവോഴ്സ് എഴുതും. എടി, ഈ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റാ. ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന് പുറകിൽ ഒരു പുരുഷൻ ഉണ്ടാവുന്നേ. ആണോ? എങ്കിൽ പിന്നെ നീ എന്തിനാടി ഡിവോഴ്സ് ചെയ്തേ? അങ്ങനെ ഒരു പുരുഷനെ എന്നും കൂടെ എന്റെ കെട്ടിയവൻ കൈയോടെ പൊക്കിയപ്പോഴാ ഞങ്ങൾ ഡിവോഴ്സ് ആയത്. എന്താടി അത്? ആ, അതാ കൊളങ്കാവല. കൊളങ്കാവലോ? അതെ, ഈ കുളത്തിന് കാവല് നിൽക്കുന്ന ഒരാളില്ലേ, മോഹൻ, അയാളാ. വാട്ട് എ മൈൻഡ് ബ്ലോയിങ് സോങ്. ഹൗ ഇസ് ഇറ്റ്? എന്താ, ഇഷ്ടമായില്ലേ? വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒച്ചത്തിൽ കേൾപ്പിക്കാം. ദാ പാട്ട് കേൾക്കാനുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ എന്ന്. അയ്യോ, ഇത് പാട്ട് കേൾക്കുന്ന സ്പീക്കർ അല്ല, പൈസ അയക്കുമ്പോ വിളിച്ചു പറയുന്ന സ്പീക്കറാ. 50 റുപ്യ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ പാലക്കാടുകാർക്ക്. ഇതെന്താ പിഷാരടിയുടെ ശബ്ദം? സാധാരണ മമ്മൂക്കയുടെ ശബ്ദമല്ലേ കേക്കുന്നേ? അത് മമ്മൂട്ടി ഒരു പരിപാടിക്ക് വേണ്ടിട്ട് UK പോയിരിക്കുക. അപ്പോ ആ ഗ്യാപ്പ് നികത്തേണ്ട കടമ പിഷാരടിക്കല്ലേ? നിങ്ങളൊന്ന് മാറിക്കേ, ഞങ്ങൾക്കൊന്ന് കുളിക്കണം. ഇന്നലെ നിങ്ങളില്ലാത്തോണ്ട് ഞങ്ങൾക്കൊന്ന് സമാധാനത്തോടെ കുളിക്കാൻ പറ്റി. ഞാൻ പോന്ന്. ബൈ ദ ബൈ സുലു, നമുക്ക് ഒരു റൂം എടുത്താലോ? എന്തിനാ ഇപ്പൊ റൂം എടുക്കുന്നത്? വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാമല്ലോ, ജസ്റ്റ് ഫോർ എ കുന്തളിപ്പ്. അതെ, ഈ റൂം എടുക്കുന്നത് സംസാരിച്ചിരിക്കാനൊന്നും അല്ലെന്ന് എനിക്കറിയാം. കുട്ടി, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു തോണി പോലെയാണ്. അതിപ്പോ ഇവിടെ പറയാൻ കാരണം? ചുമ്മാ തോളിൽ കൈയിടാൻ വേണ്ടി ഒരു തോണി എടുത്തിട്ടെന്നേ ഉള്ളൂ. ഞാൻ പോന്നു. റൂം എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതെ, എന്നെ കല്യാണം കഴിക്കുമെന്ന് ഉറപ്പല്ലേ? അതെന്താ തുളസി അങ്ങനെ ഒരു ചോദ്യം? നമ്മുടെ കല്യാണം കഴിഞ്ഞാല് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞിനിടാനുള്ള പേര് വരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, വീട് പണി കഴിയുന്നതിന് മുമ്പേ പാല് കാച്ചിനുള്ള കാർഡൊക്കെ അടിച്ചു വെച്ചല്ലേ കള്ളി. ഇനി നിങ്ങളില്ല എന്റെ പ്രതീക്ഷ. എന്റെ ആദ്യത്തെ കെട്ടിയോൻ എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്കറിയോ? അതെനിക്ക് കേക്കണ്ട. അയാളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയോ? അതെനിക്ക് കേക്കണ്ട. ഞങ്ങളുടെ ആദ്യ രാത്രി എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? അതെനിക്ക് കേക്കണം. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. രാജമാണിക്യത്തിന്റെ ബിൽഡപ്പും സൂര്യമാനസത്തിന്റെ ക്ലൈമാക്സും. തമാശക്കാളാ. ഇനി എനിക്കൊരു പുതിയ ജീവിതം വേണം. പറ, എന്നാ നമ്മുടെ കല്യാണം? കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ? ഇത് ഇങ്ങനെ ഒന്ന് പിടിക്കാമോ? എന്തിനാ? ഒരു പ്രോപ്പർട്ടി എടുക്കാനാ. വിട്ടുകളയല്ലേ, കണ്ടിന്യൂറ്റി ഉള്ളതാണ്. ഓ, ഭാഗ്യം കിട്ടി. ഇതെന്തിനാ? നമുക്ക് ഒന്ന് കറങ്ങിയാലോ? ആ, ശരി, കറങ്ങാം. അമ്മേ, എന്താ? നിക്കോട്ടിൻ തലക്ക് പിടിച്ചേ. അല്ല, അപ്പൊ നമുക്ക് കറങ്ങണ്ടേ? ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കാനടി തുളസി. അപ്പൊ എനിക്കും കറങ്ങണ്ടേ? നിനക്ക് കറങ്ങണമെങ്കിൽ ഇതുപോലൊരു സിഗരറ്റ് എടുത്ത് നീയും തിന്നെ. അമ്മേ, ഓരോരുത്തർ ചെയ്തു വെച്ചേക്കണത് അനുകരിക്കാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. അമ്മേ, ആ മമ്മൂട്ടിയൊക്കെ സമ്മതിക്കണം. ഈ സിഗരറ്റൊക്കെ എങ്ങനെ ഈ പച്ചക്ക് തിന്നത്, അതും ഒരു കറി പോലും ഇല്ലാതെ. അതെ, അപ്പൊ എന്നെ കൊല്ലുന്നില്ലേ? എന്റെ തലകറക്കം മാറുമ്പോ നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വാ, ഇപ്പൊ കൊന്നുതരാം. എന്നാ ഞാൻ പോകുന്നു. പോവല്ലേ തുളസി, എന്നെയും കൂടെ കൊണ്ടുപോ. ഐ ലോസ്റ്റ് മൈ ബാലൻസ്. കളങ്കാവലിലെ മമ്മൂട്ടിയെ പോലെ വന്നിട്ട് അവസാനം ജോണി വാക്കറിലെ മമ്മൂട്ടിയെ പോലെ ആയല്ലോ. ഈശ്വരാ, കണ്ണും കാണാൻ വയ്യ. ഇടിച്ചക്കപ്ലാമൂട് കുളക്കടവിൽ നിന്നും 2 യുവതികളെ കൂടി കാണാതായി. സലാഡ് മോഹൻ കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. അന്വേഷണ ചുമതല നത്ത് എന്നറിയപ്പെടുന്ന ക്രൈംബ്രാഞ്ച് CI ജയകൃഷ്ണനെ ഏൽപ്പിച്ചു. ഈ ഷലാഡ് മോഹൻ കേസിൽ ഒരു പോലീസ് ഓഫീസർ എന്നെ അസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ കാണാനില്ലല്ലോ. മേ ഐ കമിങ് സർ? ഐ ആം യുവർ സുപ്പീരിയർ ഓഫീസർ. ഗുഡ് മോർണിംഗ് സർ.
ഐ ആം സ്റ്റാൻലി ദാസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഐ ആം ക്രൈം ബ്രാഞ്ച് CI ജയകൃഷ്ണൻ. ഹലോ മിസ്റ്റർ ജയകൃഷ്ണൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ജയകൃഷ്ണൻ. ബൈ ദ വേ, ഐ ആം ബേബി, BABI. അയ്യോ, ബേബിക്ക് വയ്യ. ആര് പറഞ്ഞു ബേബിക്ക് വയ്യാന്ന്? ബേബിക്ക് ഒരു ഗുരുവില്ല. അഥവാ വയ്യെങ്കിൽ തന്നെ ആശുപത്രി പോവാനും ഈ ബേബിക്ക് അറിയാം. അയ്യോ, BABI അല്ലേ? BAB വയ്യ, ബേബിക്ക് വയ്യ. അമ്പടാ, എടാ ഞാൻ നിന്റെ അടുത്ത് ഗ്രാമർ പഠിക്കാൻ വന്നതല്ല. എനിക്ക് ഒരു കംപ്ലൈന്റ് പറയാനുണ്ട്. എന്റെ ഭാര്യ മിസ്സായി, അതും കേരളത്തിൽ വെച്ച്. അപ്പൊ അതാണോ ഈ മിസ് കേരള? ലേഡി റാസ്കൽ. എന്താ? ആരുടെ ഇവൻ? ബൈ ദ വേ മിസ്റ്റർ ജയകൃഷ്ണൻ, എന്റെ ഭാര്യ പിണങ്ങി പോയതാണോന്ന് എനിക്കൊരു സംശയം. എന്തു പറ്റി? എനിക്ക് കാര്യമായ രീതിയിൽ അവളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. എന്താണ് നിങ്ങളുടെ ബിസിനസ്? വെൽ, മെത്ത കച്ചവടം. ഞാനിങ്ങനെ ഓരോ വീട്ടിലും മെത്തയിട്ട് ഇങ്ങനെ പോകും. അതിലൊരു മെത്ത എടുത്ത് സ്വന്തം വീട്ടിലിട്ടിരുന്നെങ്കിൽ ഇവന്റെ ഭാര്യ വണങ്ങി പോവില്ലായിരുന്നു. ഷെടാ, അകത്ത് കയറിയിട്ട് കോളിംഗ് ബില്ലടിക്കുന്ന ഒരുത്തനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ മനസ്സിലായില്ലേ? ഞാൻ എമ്മൻ നമ്പ്യാർ. നിന്നെ പറയാനായിട്ട് കളിക്കാതെ വന്ന കാര്യം പറയണം മിസ്റ്റർ. എന്റെ സുന്ദരിയായ ഒരു ഭാര്യയെ കാണാതെ പോയി, കണ്ടുപിടിച്ച് തരണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 10 കൊല്ലം. അപ്പൊ മക്കൾ? 10 മക്കൾ. പക്ഷെ എന്ത് ചെയ്യാം, ഈ 10 മക്കളെയും എന്നെ ഏൽപ്പിച്ചിട്ട് അവൾ പിണങ്ങി അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. 10 മക്കളോ? അപ്പൊ പിണങ്ങിപ്പോയതല്ല, ഉയരും കൊണ്ട് ഓടിപ്പോയതായിരിക്കും. ഹലോ, ക്രൈം ബ്രാഞ്ച് CI ജയകൃഷ്ണൻ ഹിയർ. ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ തിക്കുറിശിയാണ് സംസാരിക്കുന്നത്. പ്രതി എവിടെയാണെന്ന് നമുക്കൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ഗുഡ് ന്യൂസ്. പ്രതി എവിടെയാണെന്ന് കമ്മീഷണർക്ക് സന്ദേശം കിട്ടിയിട്ടുണ്ട്. പ്രതി രക്ഷപ്പെടുന്നതിന് മുമ്പ് നമുക്ക് പോയി പിടിക്കണ്ടേന്ന്. ഓപ്പറേഷൻ തൂത്തുക്കുടി. ஹலோ ராஜேஷ், நீங்க எங்க இருக்கீங்க? சீக்கிரமா கிளம்பி இங்க வந்துடு. ராஜேஷ் வணக்கங்க, வெல்கம் டு தமிழ்நாடு. ഓക്കെ, നൈറ്റ് വീട്ടില്. അല്ല, നൈസ് ടു മീറ്റ് യു. சரி, இந்த இடம் யாருதுன்னு தெரியுமா? അറിയാം, സലീമിന്റെ അല്ലേ? വയസ്സ് 47. அது யாரு சொன்ன? ദേ, വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നു, സലീം 47. ஏ முட்டாள். യെസ് ബേബി. அது சலீம் அல்லே, சேலம் 47 கிலோமீட்டர். ஏ எரும மாடு. എന്തോ? நான் சொன்னது இந்த இடம் என்னுடையதான். உனக்கு ஒரு மேட்டர் தெரியுமா? തൊല്ലി തൊലക്കിങ്ക. எனக்கு ஃபேக்டரி 2 இருக்கு, பெட்ரோல் பம்பு 2 இருக்கு, ஷாப்பிங் மால் 2 இருக்கு. ஏ அப்பா 2 இருக்கா? யோ, ஏ அப்பா பெரிய கவுண்டர், அவங்கிட்ட நிறைய பணம் இருக்கு. ഓ, രക്ഷപ്പെട്ട്. ഇത്രയും നേരം സീരിയസ് ആയിട്ടിരുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് ഇപ്പഴാ ഒരു ആനന്ദം കണ്ടത്. അത് யாரு? ആനന്ദ് ടിവിയുടെ എല്ലാമായ ശ്രീകുമാർ സാർ. சரி, அது விடு. நம்ம மேரேஜ் அப்போ அது சொல்லு. ആദ്യം നമുക്കൊരു റൂം എടുക്കാം. முதல்ல மேரேஜ். മുതലെടുക്കാൻ വേണ്ടി തന്നെ അടി ഞാനും പറഞ്ഞത്. ஏ? അല്ല, റൂം എടുത്തിട്ട് പോരെ മാരേജ് എന്ന്. மாட்டேன். മാട്ട റൂമല്ല, നല്ല AC റൂം എടുക്കാം. അതല്ലേ, முதல்ல மேரேஜ், அதுக்கப்புறம் தான் ரூம். അപ്പോ നോ ഗ്രാസ് വിൽ വാക്ക്. அப்படினா? ഒരു പുല്ലും നടക്കില്ലെന്ന്. எனക്കൊന്നും புரியலையே. എല്ലാം പുരിയിച്ചു തരാം. വേർ ഈസ് മൈ പ്രോപ്പർട്ടി? സിഗരറ്റ് ചവച്ചില്ല, അതിനു മുമ്പ് കറങ്ങി തുടങ്ങിയോ? யோ, அது போலீஸ். കടവുളേ. யோ, பயப்பட வேணாம். இது தமிழ்நாடு CM ஓட விசிட். தெரியலையா? இங்க தமிழ்நாடு விஜய் சார தூக்கி. എന്നിട്ട് എത്ര കിലോ ഉണ്ട്? அட பாவி, அவங்க தான் இங்க CM. சரி, இப்போ உங்க பிளான் என்னன்னு சொல்லு. പ്ലാൻ എന്ന് പറഞ്ഞാ എന്റെ ഒരു കൊലമാസ് ഐറ്റം ഉണ്ട്, കാണിക്കട്ടെ? ஐயா, பிரச்சனை எதுவும் வரக்கூடாது. நாங்க சேஃப் தானா? പിന്നെ നീ പക്കാ സേഫാ. പക്ഷേ നീ സേഫ് അല്ലടാ. യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ സലാഡ് മോഹൻ. കടവുളേ, ഉങ്ക പേര് മോഹന്നാ? പല സ്ഥലത്തും പല പേരുകളാണ് ഇവന്. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. മിസ്റ്റർ, എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഐ മീൻ സോബിഡ് എലിവൻസ്. ശിവയുടെ ഭാര്യമാർ മിസ്സിംഗ് ആണ്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ രേഖാചിത്രം ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഷോ ഹിം.
ഇതായിരുന്നോ ട്വിസ്റ്റ്? എന്നാൽ ഇതിലും വലിയ ട്വിസ്റ്റ് ഞാൻ അടിക്കട്ടെ. എന്താണ് ആ ട്വിസ്റ്റ്? സത്യത്തിൽ ഞാനല്ല ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത്. പിന്നെ ആരാണ്? ഈ നിൽക്കുന്ന യവന. അതല്ലോട് താൻ. അല്ല, സത്യത്തിൽ ഈ നിൽക്കുന്ന ഞാനല്ല. ഞാൻ ശരിക്കും വേറൊരാളാ. രാവിലെ തന്നെ വലിച്ചു കയറ്റിയല്ലേടാ? നിന്ന് നാടകം കളിക്കാതെ സത്യം പറയണ. വിടറോ, യഥാർത്ഥ ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. വെയിറ്റ് ആൻഡ് സീ. മൂളെ ശരണി. அச்சச்சோ, நீங்க எதுக்கு அந்த ஆளுടെ വേഷം போட்டு വന്നത്? അല്ലാതെ പിന്നെ ഈ രൂപത്തിൽ വന്ന നീ അടക്കമുള്ള ഏതെങ്കിലും പെൺപിള്ളേരെ എടുക്കൂ? എന്നെ കണ്ടാലേ എല്ലാം ഓടി വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ 11 ഫിഗർ ഔട്ട് വന്നത്. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഫിഗർ ഷോ കാണിച്ചിട്ട് ഇവിടെ അത് ഞാൻ പറയുന്നോടാ. ഇനി ഈ തെളിവും വെച്ച് നിങ്ങൾ എങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യും? പറയൂ. ഇനി ഞങ്ങൾ അടുത്ത ടെസ്റ്റ് അടിക്കട്ടെ. മനസ്സിലായില്ല. എന്നാ വരച്ചു വെച്ചിരിക്കുന്ന മറ്റേ പേപ്പറും കൂടി എടുത്താട്ടെ. ഇതെന്റെ ഫോട്ടോ അല്ലേ? സുന്ദരിയായ ടെസ്റ്റ്. ഇപ്പോൾ നീ ശരിക്കും പറ്റില്ലടാ. ഇനി പറയടാ, എങ്ങനെയുണ്ടടാ ഞങ്ങളുടെ ആന്റി ക്ലൈമാക്സ്? ക്ലൈമാക്സിൽ ആന്റി ഉള്ളത് കൊണ്ട് എനിക്ക് ഓക്കെ. നമ്മൾ അറിയാലോ, എല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്യുന്നതിനിടയിലും തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സിനിമയിൽ, കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിൽ ഒക്കെ മികച്ച എക്സലൻസ് കാണിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവാർഡുകളാണ് ഇവിടെ നൽകുന്നത്. എടുത്തു പറഞ്ഞോട്ടെ ഒരു കാര്യം, സാധാരണ എപ്പോഴും പറയാറുണ്ട്, നോക്കിയിട്ട് ആൾക്കാരെ നോക്കി അവാർഡ് കൊടുക്കുക. ഇവിടെ ആനന്ദ് ടിവിയും ഹോട്ട്സ്റ്റാറും ഏഷ്യനെറ്റും ഒരു കാര്യം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് ദാതാക്കളെ മാത്രം ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് അത് നോക്കി തന്നെയാണ് അവാർഡുകൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് ഉറപ്പാണെങ്കിൽ അപ്പോൾ ആ കയ്യടികൾ അവിടെ വീഴണം. ഓക്കെ, തുടങ്ങുന്നത് ഒരു ബിസിനസ് എക്സലൻസ് അവാർഡിൽ തുടങ്ങാം. ആനന്ദ് ടി വി ഫിലിം അവാർഡ്സിലെ ബിസിനസ് എക്സലൻസ് അവാർഡ് ഇത്തവണ നൽകി ആദരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് UK-യിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് വിജയത്തിന്റെ പുതിയ ചരിത്രം രചിച്ച സംരംഭകനാണ് അനൂപ് സബാൻ. 2001-ൽ MBA പഠനത്തിനായി UK-യിലെത്തിയ അദ്ദേഹം ലണ്ടനിലെ ഒരു 3-സ്റ്റാർ ഹോട്ടലിൽ നൈറ്റ് പോർട്ടറായി തന്റെ കരിയർ ആരംഭിച്ചു. അർപ്പണബോധവും കഠിനാധ്വാനവും കൊണ്ട് ഡ്യൂട്ടി മാനേജർ, റവന്യൂ മാനേജർ എന്നീ നിലകളിലേക്ക് ഉയർന്ന അദ്ദേഹം തുടർന്ന് റമദ, ഹോളിഡേ ഇൻ, ബെസ്റ്റ് വെസ്റ്റേൺ, ജൂറിസ് ഡോയൽ എന്നീ പ്രമുഖ ഹോട്ടൽ ബ്രാൻഡുകളിൽ നേതൃത്വ ചുമതലകൾ വഹിച്ചു. 2014-ൽ സ്വന്തമായി ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കമ്പനി ആരംഭിച്ച അദ്ദേഹം പിന്നീട് മാഞ്ചസ്റ്റർ, ഷെഫീൽഡ്, ചെൽട്ടനാം, റോസ്ഡെയിൽ, ക്രൂ, പ്രസ്റ്റൺ എന്നിവിടങ്ങളിലായി നിരവധി ഹോട്ടലുകൾ ഏറ്റെടുത്ത് വിജയകരമായി വികസിപ്പിച്ചു. ഇന്ന് വിൻഡം, റാഡിസൺ തുടങ്ങിയ ആഗോള ബ്രാൻഡുകളുമായി ചേർന്ന് UK-യിലെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ശക്തമായ സാന്നിധ്യമായി അദ്ദേഹം മാറിയിരിക്കുന്നു. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും അവസരങ്ങളെ വിജയങ്ങളാക്കി മാറ്റാനും കഴിയുമെന്ന് തെളിയിച്ച പ്രചോദനാത്മക വ്യക്തിത്വം. ഈ വർഷത്തെ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം സമർപ്പിക്കുന്നു മിസ്റ്റർ അനൂപ് സബാൻ. Ladies and gentlemen, it's my proud privilege to welcome the Business Man of the Year, Anup Saban, onto the stage. And ഇന്ന് അനൂപ് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ കയ്യിൽ നിന്നും. നമുക്ക് may I request you back onto the stage. മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ മുമ്പിൽ വെച്ചും മലയാള സിനിമയെ അതിൻ്റെ ഉയർച്ചയിലേക്ക് എത്തിച്ച താരങ്ങളെ മുമ്പിൽ വെച്ചും ലോക സിനിമയിൽ തന്നെ ലെജൻഡായ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് കിട്ടുന്നത് അതിന് വേറെ ഒരു പ്രത്യേകത തന്നെയുണ്ട്. അതെൻ്റെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുകയാണ്. സോ
ഈ അവാർഡ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. Thank you. Thanks a lot, Anup. Big round of congratulations. Thank you. Mamuka, may I request you to stay back? Thank you. I'll take that. Thanks a lot, Anup. Mamuka, അടുത്ത അവാർഡ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബെസ്റ്റ് സിംഗർ മെയിൽ എന്ന് പറയുന്ന കാറ്റഗറി. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് മമ്മൂക്കയാണ്. അതിനു മുമ്പ് ഈ അവാർഡ് നൽകുന്നതിനായിട്ട് ഞാൻ ഒരാളെയും കൂടി ഒന്ന് വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. മേ ഐ റിക്വസ്റ്റ് മിസ്റ്റർ ഷാൻ ഹൻസ്റോഡ്, ഡയറക്ടർ, ഷാൻ പ്രോപ്പർട്ടീസ് UK Limited. ഷാൻ ഹൻസ്റോഡ്. ബെസ്റ്റ് സിംഗർ മെയിൽ ആൻഡ് ദി അവാർഡ് ഗോസ് ടു MJ അണ്ണൻ. പുള്ളി ഇതിനകത്ത് എന്തോ ട്രിക്ക് ചെയ്തിട്ടാണോ ഈ പാട്ട് പാടണമെന്ന് അറിയാൻ വേണ്ടിയാണ്. അടുത്ത അവാർഡ് പ്രഖ്യാപിക്കാൻ തീർച്ചയായും ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇപ്പൊ നിൽക്കുന്നത്. കാരണം നെക്സ്റ്റ് അവാർഡ് ഇസ് ബെസ്റ്റ് സിംഗർ ഫീമെയിൽ. അവാർഡ് നൽകുന്നതിനായി ഞാൻ ഒരാളെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. മിസ്റ്റർ ഷംജിത്ത് എടത്തലൈ, Managing Director, Malabar Foods Limited and Impex Innovation UK Limited, the brand owner of Kerala Delights. Mr. Shamjit, please. ശരിക്കും ഷീ ഡിസർവ്. Absolutely. അസല് പാട്ടുകാരി, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ എല്ലാം സ്വന്തം സിതാര. Mr. Shamjit, if you could do the honors of presenting her with a check. ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തിലെ മിന്നൽ വള എന്ന് പറയുന്ന ഗാനത്തിനാണ്. അതിന്റെ നായകൻ ഇവിടെ ഇരിക്കവേ തന്നെ അവാർഡ് കൊടുക്കാൻ കഴിയുന്നതും വലിയ സന്തോഷമാണ്. മിന്നൽ വള ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഒന്ന് കൈയടിച്ചു. താങ്ക് യു സോ മച്ച്. ഞാൻ അഗൈൻ മൂന്നാമത്തെ തവണയാണ് ആനന്ദ് TV അവാർഡ്സിന് വരാൻ സാധിക്കുന്നത്. അത് ഇത്തവണ അത് MG ശ്രീകുമാർ സാറിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കാൻ സാധിക്കുന്നത്. ഈ സച്ച് എ ലെജൻഡ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനൊരു അവാർഡ് മേടിച്ചതിലുള്ള എല്ലാ സന്തോഷവും സ്നേഹവും പ്രാർത്ഥനകളും അറിയിക്കും സർ. താങ്ക് യു സോ മച്ച്. ആൻഡ് അഗൈൻ ശ്രീകുമാർ ഏട്ടനോട് ഞാൻ പറഞ്ഞു താങ്ക് യു, ജീതി ചേച്ചി, എല്ലാവരോടും. പിന്നെ ഏഷ്യാനെറ്റാണ് ഇങ്ങനൊരു ഇവന്റ് നടത്തുന്നത്. അപ്പം ചെറുപ്പം മുതലേ അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ മിന്നൽ വള ഉണ്ടാക്കിയ ജെയ്ക്സ് ഏട്ടനും അത് എഴുതിയ കൈതപ്പുറം തിരുമേനി, അവർക്ക് രണ്ടുപേർക്കും അതിന് എത്ര ഭംഗിയായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാൻ ഭംഗിയുള്ള മുഖങ്ങളിലുകൊണ്ടാണല്ലോ ആളുകൾ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ അവർക്കും ഒക്കെ താങ്ക് യു സോ മച്ച് ടോവിനോ. Thank you. And the next award segment is the new sensation in singing. Definitely debut singer coming again from the Asianet family, coming from our family of star singer. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് the very talented Srirag. Absolutely, Srirag Bharathan. And to present the award along with Sitara, may I request Marina John, the General Manager, Anand Travels Limited. Congratulations, Srirag. Sitara to do the honors of presenting Srirag Bharathan with
the award for the new sensational singer. താങ്ക് യു എല്ലാവർക്കും. നമസ്കാരം, സന്തോഷം. ഇതെൻ്റെ ആദ്യത്തെ അവാർഡാണ്. അപ്പോൾ അതിന് ആനന്ദ് ടി വിക്കും ഏഷ്യാനെറ്റിനും ശ്രീകുമാർ സാർ പിന്നെ മമ്മൂക്ക ഉള്ളപ്പോൾ പിന്നെ സ്റ്റാർ സിംഗറാണ്. അതൊന്ന് പറയണമല്ലോ, കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ സിനിമയിലെ പാട്ടിനാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. കളങ്കാവല്ല പാട്ടിനാണ് ശ്രീരാഗിന് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതെ, പിന്നെ സ്റ്റാർ സിംഗറിലൂടെയാണ് പിന്നെ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏഷ്യാനെറ്റിനും സഗോ സാറിനും പിന്നെ ചേച്ചിയുടെ നിന്ന് മേടിക്കാൻ പറ്റിയാലും MG സാറോടുള്ളപ്പോൾ നമുക്കുള്ളപ്പോൾ മേടിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. ഇനി അടുത്തത് വരാൻ പോകുന്നത്, നമുക്ക് ടെലിവിഷനിൽ ഒരുപക്ഷെ വീണ്ടും ആൾക്കാർ മുമ്പിൽ വന്നിരുന്ന് കണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അതൊരു വലിയ സംഭവമാക്കി മാറ്റിയ ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ ഒരു വിന്നറാണ് അടുത്തയാള്. ഇത് മാത്രമല്ല, തമിഴിലും മലയാളത്തിലും ഒരുപോലെ ഡാൻസ് റിയാലിറ്റി ഷോയിൽ വിന്നറായിട്ടുള്ള ഒരാളാണ് മറ്റേയാൾ. Ladies and gentlemen, it's my proud privilege to welcome Dilsha President and Anish Rahman onto the stage. മാഞ്ഞു പോകാൻ മറന്ന സ്വപ്നം കണ്ണിൽ തങ്ങും പകലുകൾ മലരുകൾ പൂക്കാതെ മലരിലും മാറ്റൂടെ ഹൃദയമറിയും പുതിയ മൃദുലഗന്ധം പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം കണ്ണെത്താ ദൂരത്തെ കൺചെമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച ഒരു ക്യാരക്ടറുകളൊന്നാണ് പുട്ടുറുമീസ് എന്ന് പറയുന്ന മമ്മൂക്ക ചെയ്ത കഥാപാത്രം അല്ലേ? സൂര്യമാനസ്. മൈസൺ മെൻ എന്ന് പറഞ്ഞ പഴയ ഒരു കഥയുടെ മലയാള സിനിമ ആവിഷ്കാരമാണ്. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ രൂപം, ഈ മുഖത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു ഭംഗിയോ സൗന്ദര്യമോ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് അതൊന്നുമല്ലാത്ത അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമുള്ള ആളാണ്. ഞാനത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി എനിക്കത് കൈവിട്ടു പോയതാണ്. ഇത് എനിക്ക് പരിചയമുള്ളൊരു പ്രൊഡ്യൂസറും അത്യാവശ്യം സ്വാധീനിക്കാവുന്നൊരു സംവിധായകനും എഴുത്തുകാരും ഒക്കെ ആയതുകൊണ്ട് പുട്ടുറുമീസിൻ്റെ രൂപം ഞാൻ അങ്ങനെ ആക്കിയെടുത്താണ്. പക്ഷേ ഒരു അമ്മയുടെയും മോൻ്റെയും കഥയാണ്. അതായത് ഒരുപാട് ഹൈപ്പർ റിയാക്റ്റീവായിട്ടുള്ളൊരു മോൻ്റെ കഥയാണ്. അത് എനിക്ക് വലിയ ആഗ്രഹത്തോടെ ഞാൻ ചെയ്തതാണ്. അത് അതിന് മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നത് അന്ന്. ഇന്ന് ബാഹുബലി പോലെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള കീരവാണി സാറാണ് ഈ സൂര്യമാനസം എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. ഓർമ്മയുണ്ടോ നമുക്ക്? സൂര്യമാനസിലെ സൗണ്ടൊക്കെ ഒറിജിനലാണ്. അല്ല, അത് ഇപ്പോഴും അതുപോലെ ചെയ്യാൻ പറ്റും. അതോടുകൂടി അങ്ങ് വിടുന്നതല്ലേ. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജന് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഡിയർ സൂര്യമാനസം. തരളിതരാവിൽ മയങ്ങിയോ
സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ സ്നേഹനൊമ്പരം ഏതു വിമുഖ തലങ്ങളിൽ ജീവിത നൗകയിതേറുമോ ദൂരെ ദൂരെയായിൻ തീരമില്ലയോ തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം വഴിയറിയാതെ വിതുമ്പിയോ സ്നേഹനൊമ്പരം. സലീം കുമാറിനെ ഈ നിമിഷം നമ്മൾ ഓർക്കുന്നത് 10-25 വർഷത്തോളം മലയാള സിനിമയിൽ നിഷേധിക്കാനാവാത്ത ഒരു അഭിനയ പാഠവം കാണിച്ച നടനായിട്ടും അതിലേറെ മനുഷ്യനായിട്ടും നിലപാടും വ്യക്തിത്വവും സ്വന്തമായ അഭിപ്രായങ്ങളുമുള്ള ധീരനായ മനുഷ്യനുമായിട്ടാണ്. സലീം കുമാറിൻ്റെ വേർപാട് നമുക്കൊക്കെ നഷ്ടമൊന്നല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന ഈ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾക്ക് സാക്ഷികളാകാനും ചെയ്ത നമുക്ക് ലാഭമാണ് യഥാർത്ഥത്തിൽ. 25 വർഷം നമുക്ക് അദ്ദേഹം തന്നിട്ട് പോയ എല്ലാ കലാപ്രകടനങ്ങളും എല്ലാ അഭിപ്രായങ്ങളും നമുക്കാണ് ലാഭം. നമ്മുടെ നഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സലീം കുമാർ എന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് സ്നേഹം, അതെല്ലാം ലാഭമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് മൗനമായി എഴുന്നേറ്റ് നിൽക്കാം. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ. മഞ്ഞലോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മഞ്ഞലോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ കൂത്തുകുമ്മിനാദസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞലോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ.
ഏതു തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല. മഴവിൽ ചാന്തു തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. ഏതു തമ്പ്രാൻ വന്നാലും വലയിൽ വീഴും മാനല്ല. മഴവിൽ ചാന്തു തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. രംഗനാഥൻ കോയിലിലെ തങ്കമുക്കും സ്വാമിയല്ലേ. രംഗനാഥൻ കോയിലിലെ തങ്കമുക്കും സ്വാമിയല്ലേ. വൃന്ദാവന കണ്ണാനി നന്ദാവന തേരിൽ വായോ. കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മഞ്ഞളോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മാർഗഴിയേ മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ. മഞ്ഞളോ പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചാൻ. വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ. ഷൺമുഖം. താങ്ക് യു. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലോട്ട് കടക്കാനുള്ള സമയമായി. അടുത്ത അവാർഡ് ഞാൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവാർഡ് നൽകുന്നതിനായിട്ട് ലെറ്റ് മീ വെൽക്കം അനശ്വര രാജൻ ഓൺ ടു ദി സ്റ്റേജ്. അനശ്വര. ഫസ്റ്റ് ടൈം ഹിയർ ഫോർ ആനന്ദ് ടി വി അവാർഡ്സ് അല്ലേ? അപ്പൊ UK ആദ്യമായിട്ടല്ലേ? പ്ലീസ് ലെറ്റ്സ് ഹിയർ ഇറ്റ്. ഹായ് എല്ലാവരെയും UK ഒരുപാട് മലയാളീസിനോട് ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആനന്ദ് ടി അവാർഡ്സിന് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരാൻ പറ്റിയതിലും. എന്തിന്റെ അവാർഡാണെന്ന് അറിയില്ല, ബട്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അല്ല, കൊടുക്കാനാണ് ഇപ്പോ. അതെ, അത് കൊടുക്കാനാണ്. കുറച്ച് ചിലപ്പോൾ വാങ്ങാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. താങ്ക്സ് എ ലോട്ട് അനശ്വര. ഇന്ന് കൊടുക്കാനുള്ള അവാർഡ് വെരി പ്രസ്റ്റീജിയസ് കാറ്റഗറി. ഈ അവാർഡ് ഫോർ ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ. ഷാജി ചേട്ടൻ. അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. അവിടെ അടുത്തത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിമനോഹരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ അവാർഡ് വാങ്ങാനായിട്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് സന്തോഷിനെ ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. സന്തോഷ്, ഈ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് താങ്കളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടരുമ്പിലെ ആ ജംഗിൾ സീൻസ് ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും ആ സിനിമാറ്റോഗ്രാഫറിന്റെ സിഗ്നേച്ചർ എന്താണെന്നുള്ളത്. താങ്ക് യു സന്തോഷ്, ഇത് ഏറ്റുവാങ്ങിയതിൽ വളരെയധികം സന്തോഷം. ആൻഡ് അനശ്വര, താങ്ക് യു അനശ്വര. പ്ലീസ്, ഞാൻ അടുത്ത അവാർഡുകൾ പ്രഖ്യാപിക്കാനായിട്ട് വിളിക്കുന്നത് ഓൺ സ്റ്റേജ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, again a national award winning actor. ഇന്ന് മലയാളം നല്ല തമിഴിൽ റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളുടെ മനസ്സിലായല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തു നിന്നാണ്. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം സുരാജ് വെഞ്ഞാറമൂടിനെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നത്. അപ്പോ ഈ അവാർഡ് കാറ്റഗറി ബെസ്റ്റ് ആക്ടർ ഇൻ എ ക്യാരക്ടർ റോൾ. എല്ലാവരും ഒരേ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ ചേട്ടൻ. ഈ അവാർഡ് നൽകുന്നതിനായിട്ട് ഞാൻ ഒരാളെയും കൂടി വേദിയിലോട്ട് സ്വാഗതം ചെയ്തോട്ടെ. മിസ്റ്റർ ഷാജി MK, the managing director of Mass Hypermarket. സുരാജേട്ടാ, please, if you do the honors of presenting with the trophy. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ് മനോജ് ചേട്ടൻ. അദ്ദേഹത്തിന് എനിക്കിങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ സാധിച്ചതിൽ സത്യം ചേട്ടൻ ലവ് യു. ഒരുപാട് സന്തോഷം, ദൈവത്തിൻ്റെ ഒരു നിമിത്തെ. Mr. Shaji, if you could
താങ്ക് യു മിസ്റ്റർ ഷാജി. താങ്ക്സ് a lot. താങ്ക് യു. മനോജിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം UK. ഗുഡ് ഈവനിങ് മാഞ്ചസ്റ്റർ. നിങ്ങൾക്കറിയാം ഞാനൊരു പകുതി UK കാരനാണ്, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ. അതുകൊണ്ട് ഇത് സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള അവാർഡൊന്നും അല്ലല്ലോ. അല്ല, അത് പറയണം. അപ്പൊ അങ്ങനെയല്ല, രേഖാചിത്രം എന്ന സിനിമ എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഒരു അവാർഡും അവിടെ നിന്ന് കിട്ടിയില്ല. ശ്രീകുമാർ ചേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. ഈ ഒരു അവാർഡ് എനിക്ക് ഇവിടെ UK മണ്ണിൽ വെച്ച് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനേക്കാൾ ഉപരി അത് തന്നതാരാ? എൻ്റെ ഡിയറസ്റ്റ് സുരാജുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മളന്ന് കണ്ടെന്നാണ്, ഓർമ്മയുണ്ടോ? രാജമാണിക്യത്തിന്റെ സെറ്റില് മമ്മൂക്കയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞു കൊടുക്കാൻ അന്ന് മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ബിസിയസ്റ്റ് ആയിട്ട് നടക്കുന്ന കാലത്ത് സുരാജ് അവിടെ സെറ്റിൽ വന്ന് നിൽക്കുന്നു. ഇപ്പം ഞാൻ എന്നും നോക്കും, എനിക്ക് പരിചയമില്ല. ഒരു ദിവസം ഞാൻ സുരാജിനെ അടുത്ത് പരിചയമായപ്പോൾ ചോദിച്ചു, സുരാജേ നീ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഒരുപാടുള്ളല്ലോ, ഇപ്പം ഇവിടെ 10-40 ദിവസമായില്ലേ ഇങ്ങനെ നിൽക്കുന്നു? ചേട്ടാ ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് പ്രോഗ്രാം എനിക്ക് നഷ്ടമാകുന്നുണ്ട്. ഒരു സ്റ്റേജിനൊക്കെ 15,000 രൂപയൊക്കെ എനിക്ക് കിട്ടുന്നതാണ്. അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ആകെ വയ്യാണ്ടായി, കാരണം പോയേ പറ്റൂ. എനിക്ക് കഷ്ടം തോന്നി. പക്ഷെ പിൽക്കാലത്ത് ആ 15 കഴിഞ്ഞ് എത്ര ലക്ഷമാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതിനേക്കാൾ ഉപരി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നടനായിട്ട് നമ്മുടെ മുന്നിൽ വന്ന, ഇന്ന് തമിഴിലും തെലുങ്കിലും ഒക്കെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുരാജന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഈ അവാർഡ് വാങ്ങാൻ കഴിച്ചുള്ള ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുരാജിനാണ് അടുത്ത അവാർഡും നൽകുന്നത്. And no other person better than him to be giving this award. Ladies and gentlemen, this one is for the best comedian. എൻ്റെ നാട്ടുകാരൻ, എൻ്റെ അനുജൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നോബി. സുരാജിനോടൊപ്പം ഈ അവാർഡ് നൽകുന്നതിനായി ഷീ ഗീത, മാനേജിംഗ് ഡയറക്ടർ ഗ്ലാം വിത്ത് ഷീ ഗീത to present the check and Suraj to do the honors of presenting with the award. ഇതൊന്നും ശീലമില്ലാത്ത ആളാണ്. ഒരുപാട് സന്തോഷം. കാര്യം ഈ അവാർഡ് തന്ന ആനന്ദ് TVക്കും ഏഷ്യാനെറ്റ്, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ മുമ്പിലും മനോജേട്ടൻ്റെ മുമ്പിലും ടൊവി, ശ്രീകുമാറേട്ടൻ, രമേശണ്ണ, നമുക്കൊരു MLA കൂടെ കിട്ടിയിട്ടുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ഈ അവാർഡ് മേടിക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ നിന്നും ഒരു അവാർഡ് മേടിക്കാൻ പറ്റിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ ഒരാളെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, കാര്യം ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ടെൻഷനൊന്നും വേണ്ടടാ, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ, നമ്മുടെ ഷാജു അണ്ണൻ, പാലക്കാട്. അണ്ണൻ ഒന്ന് വരണം. കാര്യം ഞാൻ ആംഗ്രി ബേബീസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ബോംബെ ചെന്നപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അണ്ണൻ്റെ റൂമിൽ ഞാൻ കിടന്നോട്ടാന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു ഇല്ല, സിനിമയാണ്, നിനക്ക് വേറെ റൂമുണ്ട്, അവിടെ പോയി കിടക്കാൻ. അന്ന് മുതൽ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അണ്ണൻ മേടിക്കണമെന്ന് എൻ്റെ ചെക്ക് ഞാൻ മേടിക്കാം, ട്രോഫി അണ്ണൻ. ചെക്ക് പ്രതീക്ഷ വന്ന് അടുത്ത അവാർഡ് പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ കാറ്റഗറി പറയാം. ദിസ് ഈസ് ഫോർ ദ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ. ഇതും അതുപോലെ തന്നെ എൻ്റെ സ്വന്തം നാട്ടുകാരൻ, എൻ്റെ സഹോദരൻ ആസീസ്.
അല്ല ഒരുപാട് നന്ദി. കാരണം ആനന്ദ് ടി വിയിലെ 2ാമത്തെ അവാർഡാണ്. അപ്പോൾ മമ്മക്കാരും വെച്ച് തന്നെ വീണ്ടും കിട്ടി. അന്ന് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ റിലീസാവുന്നതിന് മുമ്പായിരുന്നു ഞാൻ ഇവിടെ വന്നത്. പക്ഷേ കണ്ണൂർ സ്ക്വാഡ് ജനങ്ങൾ ഏറ്റെടുത്തു. ഭയങ്കര, കാരണം എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കര ഒരു ഗ്രോത്ത് വന്നത് കണ്ണൂർ സ്ക്വാഡ് കൊണ്ട് തന്നെയാണ്. സിനിമയിൽ വിളിച്ചാലും കോമഡി ക്യാരക്ടറുകൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കണ്ണൂർ സ്ക്വാഡിന് ശേഷം നല്ല സീരിയസ് ക്യാരക്ടർ ചെയ്തു. ഞാൻ അനശ്വരയുടെ അച്ഛനായിട്ട് വരെ ചെയ്തു. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും ആനന്ദ് ടി വി അവാർഡിന്, അതും വീണ്ടും എൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്ന് പറഞ്ഞ് എന്താടെ കളിയാക്കുന്നത്? दुनिया का है क्या जो कहती है कहे, इस चस्के की भी दवाई है नहीं, जी भर के अब झीले भी रे दीवारें गिरा दे रे, रोके ना कोई हमको यहाँ, सारी झंझट भुला दे रे, थोड़ी सी पिला दे रे, यूं ही घूमे ये जहाँ। ओ यारा रफ्तारा नचे नचे डंकारा बाजे बाजे धूम धड़ाके हाँ, दीवाने सारे रफ्तारा नचे नचे डंकारा बाजे बाजे आगे 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 हाँ। ओ यारा रफ्तारा नचे नचे डंकारा बाजे बाजे धूम धड़ाके हाँ, दीवाने सारे रफ्तारा नचे नचे डंकारा बाजे बाजे आगे 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 हाँ। यहाँ मामूली नहीं कोई भी, इस धंधे में गलती भी है सही। അടുത്ത ഒരു കാറ്റഗറി ഓഫ് അവാർഡ്സ് കൊടുക്കാനായിട്ട്, ആദ്യം ഈ അവാർഡ് നൽകാനായിട്ട് നിങ്ങൾ കുറച്ച് നേരമായിട്ട് അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് ക്ഷണിക്കാൻ കാത്തിരിക്കുകയാണെന്നറിയാം. ടൊവിനോ ഫാൻസ് ടു മേക്ക് സം നോയ്സ്. Ladies and gentlemen, please put your hands together and welcome the one and only Tovino onto the stage. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിക്കുന്നതിൽ. എൻ്റെ 2ാമത്തെ തവണയാണ് ഞാൻ ആനന്ദ് ടി വി അവാർഡ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ഇത്ര എനർജിയിൽ കാണാൻ പറ്റുന്നതും, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേറെ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു, എന്തൊക്കെ ചെയ്യാമായിരുന്നിട്ടും പകരം ഞങ്ങളുടെയൊക്കെ ഒപ്പം ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ തീരുമാനിച്ചതിന് നന്ദി. നിങ്ങൾ ഞങ്ങളോടും മലയാള സിനിമയോടും കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയും സ്നേഹവും തിരിച്ചും അറിയിക്കുന്നു. നന്ദി. താങ്ക് യു ടോവി. ടോവി, അവാർഡിലോട്ട് കിടക്കാം. ദ കാറ്റഗറി ഈസ് സൗത്ത് ഇന്ത്യൻ സിനിമ എക്സലൻസ് അവാർഡ് മെയിൽ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ടാവും എന്നെനിക്കറിയാം. ഏറ്റവും പ്രിയപ്പെട്ട സുരാജ് വെഞ്ഞാറമ്മൂട്. And along with Tovino to present the award, may I request Bijo Tom, representing 8 Allied Mortgage Services. ഒരുപാട് സന്തോഷമുണ്ട് ടൊവിനോയുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിയതിൽ. ടൊവി ഞാനുമായിട്ട് ഒരുപാട് സിനിമ, ഒരു 3 സിനിമയിലാണ് ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത്. 3ഉം സൂപ്പർ ഹിറ്റാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടൊവിനോ. എനിക്കതിനു മുമ്പ് മമ്മൂക്കയുടെ പബ്ലിക്കായിട്ട് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. കാര്യം മമ്മൂക്കയായിട്ട് പറയണ്ട,
ഇല്ലക്ക എനിക്ക് പറയണം. കഴിഞ്ഞ ഒരുപാട് സിനിമകൾ മമ്മൂക്കയും ഞാനുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂക്കയും ഞാനുമായിട്ട് ഒരു സിനിമ ചെയ്തിട്ടില്ല. അപ്പം ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കോൾ ചെയ്തിട്ട് പറയുന്നു, മമ്മൂക്ക ഞാനിവിടെ ഉണ്ട്. അപ്പം മമ്മൂക്ക ഈ അടുത്ത സമയത്ത് വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഒരു വേഷമുണ്ട് എൻ്റെ പടത്തിൽ. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഞാൻ ആവേശത്തിൽ പറഞ്ഞു, മമ്മൂക്ക കട്ടയ്ക്ക് നിൽക്കുന്ന മമ്മൂക്ക ഞാനുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന വേഷം തന്നെ വേണം. കട്ടയ്ക്ക് നിൽക്കുന്ന നീ ആര് മോഹൻലാല, ഒരു വേഷമുണ്ട്, നീ ഒന്ന് വേണമെങ്കിൽ ചെയ്യും. പിന്നെ എൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് നീ അധികം കാശൊന്നും പ്രതീക്ഷിക്കണ്ട, ഇത് ചെറിയൊരു കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ഞാൻ പറഞ്ഞ അതേത് കമ്പനി? മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടി കമ്പനി ചെറിയ കമ്പനിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കാളും വലിയൊരു കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി. ലവ് യു മമ്മൂക്ക. താങ്ക് യു വെരി മച്ച്. അത് നമ്മുടെ UK മലയാളികളുടെ മുന്നിൽ വെച്ച് ഇത്രയും ഒരു അവാർഡ് എനിക്ക് ടൊവിയുടെ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ആനന്ദ് TV. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. താങ്ക് യു. ലവ് യു. And again, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും ചില ആൾക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കും. And definitely that is one name. When I say this, you'll all know that's the truth. Ladies and gentlemen, let us welcome Bhavana onto the stage. Bhavana, your audience, UK. ഹായ്, നമസ്കാരം മാഞ്ചസ്റ്റർ. ഹായ്, ഗുഡ് ഈവനിങ്. താങ്ക് യു സോ മച്ച്. ഞാൻ ആനന്ദ് TV അവാർഡ്സിൻ്റെ ഒരു സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. ഒരുപാട് സന്തോഷം കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ. ആൻഡ് എനിക്ക് പിന്നെ പറയാനുള്ളത്, എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എന്താ അവാർഡാണ് കിട്ടുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഞാൻ ഒരു 4 to 5 years ബ്രേക്ക് എടുത്തിരുന്നു മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്. പക്ഷെ അങ്ങനെ ബ്രേക്ക് എടുത്ത സമയത്ത് വന്ന ഒരു 1-2 കോൾസിൽ ഫസ്റ്റ് വന്ന ഒരു കോള് മമ്മൂക്കയുടെ ഒരു മൂവിയിൽ നിന്നായിരുന്നു. സോ അതിന് ഐ നെവർ ഗോട്ട് എ ചാൻസ് ടു താങ്ക് യു മമ്മൂക്ക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ, ഇവിടെ വരാനും നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും, ഈ ഒരു എനർജി റിസീവ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ്. താങ്ക് യു. ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. ഭാവന, നമുക്ക് അടുത്ത അവാർഡിലോട്ട് കിടക്കാം. സൗത്ത് ഇന്ത്യൻ സിനിമ എക്സലൻസ് അവാർഡ് ഫീമെയിൽ. അനശ്വര. Absolutely, Anashwara Rajan. Congratulations, Anashwara, congratulations. And to present the cash prize, may I request onto the stage Vishnu RG, Executive Director, RG Foods, and Anil Thomas, Brand Partner for the UK region, RG Foods. Okay. Hi again. Hi Manchester. So ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ മമ്മൂക്ക ഹായ്. 2 സിനിമയിൽ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് ഒന്നൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ബട്ട് 2 സിനിമയിലും ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു നിർഭാഗ്യവും മമ്മൂക്കയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ആ 2 സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഈ ഒരു വേദിയിൽ മമ്മൂക്കനോട് ഒരു അവാർഡ് വാങ്ങാൻ മമ്മൂട്ടി ചേട്ടൻ, യെസ്. അപ്പം ഒരുപാട് സന്തോഷം ഈ ഒരു അവാർഡ് ചേച്ചിയുടെ നിന്ന് വാങ്ങാൻ കിട്ടിയതിൽ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ചേച്ചി. ആൻഡ് യെസ്, താങ്ക് യു. അടുത്ത ഒരു സെഗ്മെന്റ് ഓഫ് അവാർഡ്സിലേക്ക് കടക്കാൻ പോവാണ്. ആ അവാർഡ് നൽകുന്നതിനായിട്ട് മമ്മൂക്കയെ ഒന്നുകൂടി വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. മമ്മൂക്കയോടൊപ്പം
അതോടൊപ്പം ഈ അവാർഡ് നൽകുന്നതിനായിട്ട് GT Srikumar, the director of Anand Group of Companies, they request her onto the stage. And this award is for the category Versatile Actress. Versatile actress, Nikhila Vimal. Congratulations, Nikhila. Congratulations. And to present the check, may I request GT Srikumar. നമസ്കാരം മാഞ്ചസ്റ്റർ. ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. ഞാൻ ആദ്യമായിട്ടാണ് UK വരുന്നത്. താങ്ക് യു മമ്മൂക്ക. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാൻ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. Thank you, Nikhila. Congratulations. Nikhila, thanks a lot. Please. One of the most important awards of tonight, Best Film. Best film, Loka Chapter 1. Loka Chapter 1 in there. Director, Dominic Arun. Please. ഇത് ഭയങ്കര സറിയലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം ഞങ്ങളുടെ വലിയൊരു പ്രോജക്റ്റിൻ്റെ ചെറിയൊരു തുടക്കമാണ് ലോക ചാപ്റ്റർ 1. അപ്പോൾ അതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ പില്ലേഴ്സാണ്. അങ്ങനെ ഫോർ ഫ്രണ്ടിൽ വന്നിട്ടില്ലെങ്കിലും നമുക്ക്, അതായത് മൂത്തോന്റെ കയ്യിൽ നിന്നാണോ അവാർഡ് വാങ്ങിച്ചിരിക്കുന്നത്? അപ്പോൾ പക്ഷെ അതിന് ഇനി ഒരുപാട് കൺവിൻസിങ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഞങ്ങൾ. ഹോപ്പ്ഫുള്ളി മമ്മൂക്ക വിൽ ബി ഹാപ്പി ടു ജോയിൻ. ആൻഡ് തൽക്കാലം വേറൊരാളെ നമുക്കാർക്കും മൂത്തോനായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സംഭവിക്കട്ടെ. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ പീപ്പിൾ, മലയാളി ഓഡിയൻസ് ഓഫ് UK, ബിക്കോസ് ഞങ്ങളുടെ സിനിമ നാട്ടിലിറങ്ങി അതേ സ്വീകരണവും സ്നേഹമൊക്കെ ഇവിടുത്തെ ഓഡിയൻസിന് കിട്ടിയിരുന്നു. അപ്പോൾ അത് പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു വലിയ താങ്ക് യു പറയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അറ്റ് ദി സെയിം ടൈം ഇങ്ങനൊരു സിനിമ മൗണ്ട് ചെയ്യണമെങ്കിൽ അതിനൊരു വിഷണറി പ്രൊഡ്യൂസറും ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈച്ച് ആൻഡ് എവറി ക്രൂ മെമ്പർ ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ദുൽഖർ സൽമാൻ ആൻഡ് ജോൺ ബോർഗസ് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഈച്ച് ആൻഡ് എവറി ക്രൂ മെമ്പർ ആൻഡ് കാസ്റ്റിനോട് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. സോ താങ്ക് യു. ആ ചാത്തൻ്റെ അടുത്തും കൂടി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നു. ചാത്തൻ വർഷങ്ങളായിട്ട് കൂടെ ഉള്ളൊരു സുഹൃത്താണ്. അപ്പോൾ അതെവിടെ പോകുന്നില്ല, അത് എപ്പോഴും കൂടെ ഉള്ള ഒരാളാണ്. അപ്പം കുഴപ്പമില്ല, ഉണ്ടാവും, കൂടെ ഉണ്ടാവും. Thank you, Dominic, and congratulations. Best Actress. ഈ അവാർഡ് നൽകുന്നതിനായിട്ട് റെജുലേഷ്, ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്, അദ്ദേഹത്തെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ റെജുലേഷ്. Best Actress, Bhavana Anomi. ആ പടത്തിന്റെ ഹോൾ റെയിൻസ് എടുത്ത് മുന്നോട്ട് പോയ ആളും കൂടിയാണ് ഭാവന. കൺഗ്രാറ്റുലേഷൻസ് ഭാവന. Mr. Rajalesh to present the check. മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഞാനൊരു അവാർഡ് വാങ്ങിക്കുകയാണ്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. മമ്മൂക്കയുടെ അടുത്ത് നിന്ന് എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ കാല് തൊട്ട് വന്നിക്കാനൊരു കാരണമുണ്ട്. ഞാൻ ക്രോണിക് ബാച്ചിലർ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ മമ്മൂക്കയുടെ കാല് തൊട്ടാണ് വന്നിച്ചത്. അത് മമ്മൂക്കയ്ക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ ശരിക്കും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് തോന്നിയ വളരെ ചുരുക്കം പേരുള്ളതിൽ ഒരാളാണ് മമ്മൂക്ക. സോ അതുകൊണ്ടാണ്. പിന്നെ അബൌട്ട് അനോമി, എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷം തന്നൊരു ക്യാരക്ടറാണ്. സോ ഈ ഒരു നിമിഷത്തിൽ ഐ തിങ്ക്
I would love to thank the entire crew, even Riaz, director, producer Adit. ഇവരൊക്കെ പുതിയ ആൾക്കാരാണ്. So thank you so much for the love. Thank you so much. താങ്ക് യു ഭാവന. ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അനോമി കാണണം. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. നിയർ എക്സ്പീരിയൻസ് ഒന്നും ഇത്രയും ഗംഭീരമായിട്ട് ചെയ്ത വേറൊരു സിനിമയില്ല. താങ്ക് യു ഭാവന. പ്ലീസ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമുക്ക് ലാസ്റ്റ് അവാർഡ് ഇന്നത്തെ നമ്മളത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ആ അവാർഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ. ബെസ്റ്റ് ആക്ടർ ടോവിനോ തോമസ്. To present the award, may I request Joy Thomas Erath, representing Lifeline Protect Limited, if you could do the honors of presenting with a check. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം ഈ ഇങ്ങനൊരു അവാർഡ് ഫംഗ്ഷൻ ഇവിടെ നടത്താനും. ഇതൊരു അവാർഡ് ഫംഗ്ഷൻ എന്നതിലുപരി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ശ്രീകുമാരേട്ടനും ഇതിൻ്റെ പിന്നിൽ രാപ്പകൽ അധ്വാനിച്ച എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് അവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ അവാർഡിന് എന്നെ കൺസിഡർ ചെയ്തതിനുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ഈ സിനിമയുടെ നരിവേട്ട എന്നുള്ള സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എൻ്റെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂവിനും ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നു ഈ സമയത്ത്. പിഷു MLA ആയതിനോടുള്ള അതിന്റെ ഒരു അഭിനന്ദനങ്ങൾ കൂടെ പറയാനുള്ള അവസരം ഉപയോഗിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ കുറെ പേരെ ഇവിടെ കുറെ നാളുകൾക്ക് ശേഷം കാണാൻ പറ്റി. സ്വരാജ് ചേട്ടനും ഷാജു ചേട്ടനും നോബി ചേട്ടനും പിന്നെ അസീസ് ഖാൻ, ഞങ്ങളൊക്കെ കുറേ നാളുകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് പരിചയമുണ്ട്. ഇവിടെ വെച്ച് വീണ്ടും കാണാൻ പറ്റി. അവാർഡുകൾ നമുക്ക് കിട്ടുന്ന പോലെ തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അതാണ് എൻ്റെ സന്തോഷം. ഒട്ടും കുറവില്ലാത്തൊരാൾ തന്നെയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും ഞാനിത് പറഞ്ഞതാണ്. എന്നെപ്പോലെയോ എന്നേക്കാൾ മുകളിലോ ഒക്കെ അഭിനയിക്കാൻ അറിയാവുന്നവരാണ്. പിന്നെ ചെറുപ്പമാണ്, നല്ല എനർജിയും ഉണ്ട്. അവർക്കൊക്കെയാണ് ഇനി അവാർഡുകൾ കിട്ടേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തരേണ്ടെന്നല്ല, എന്നാ വാങ്ങിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇതൊക്കെ കുറച്ച് സന്തോഷ സമയങ്ങളാണ് നമ്മുടെ. എല്ലാവരും വന്ന് എല്ലാവരെയും കണ്ടു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. സ്വരാജ് വെഞ്ഞാറമൂടിനെ അടുത്ത പ്രാവശ്യം എങ്ങനെയും മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് അവാർഡ് ഇപ്പോഴേ കൊടുത്തേക്കണം. അതിൻ്റെ ഏറ്റവും നല്ല പ്രകടനം എന്തായിരുന്നു സുരാജ്? അത് മമ്മൂക്ക എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ മോഹിനിയാട്ടത്തിൽ നീ മരിച്ച് അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായെന്ന് പറഞ്ഞു. താങ്ക് യു. കാണാത്തവർ ആ സിനിമ കാണുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു താങ്ക് യു വെരി മച്ച്. എല്ലാരെ പറ്റിയും മരണാഭിനയം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇത് മരിച്ചഭിനയിച്ച പടമാണ്. സൂപ്പറാണ്, സൂപ്പർ.